സ്നേഹയുടെ കഥ കേൾക്കാം. ആ ഇടയ്ക്ക് സ്നേഹയുടെ ഏട്ടൻ ബോംബെക്ക് ജോലിക്ക് പോയി. സ്നേഹയ്ക്ക് കുറേ ഉപദേശമൊക്കെ കൊടുത്തിട്ടാണ് പോയത്. അമ്മയോട് വഴക്ക് കൂടരുത്, അവരുടെ ജീവിതം കൊണ്ടാണ് അവരിങ്ങനെയായത്, അവരില്ലെങ്കിൽ നമ്മൾ ഇന്നെങ്ങനെ ഇവിടെ വന്നേനെ, അമ്മയും വേറെ കെട്ടിയായിരുന്നെങ്കിൽ നമ്മൾക്കാരുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ഉപദേശമൊക്കെ തന്നു. എവിടെ പോയാലും സന്ധ്യയ്ക്ക് മുന്നേ വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞ് പോയി. ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുത്തു. അങ്ങനെ വീട്ടിലെ ദാരിദ്ര്യം ഒട്ടൊക്കെ ഒതുങ്ങി. പക്ഷേ സ്നേഹയ്ക്ക് സ്വന്തമായി പൈസ ഉണ്ടാക്കണമായിരുന്നു. അങ്ങനെ വീടിൻ്റെ അടുത്തുള്ള റെജി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ആ കാലത്ത് അവന് നല്ല ജോലിയും ട്രാവൽ ഏജൻസിയും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവനോട് പറഞ്ഞു, എനിക്കൊരു ജോലി വാങ്ങിത്തരാവോ എന്ന്. അവൻ പറഞ്ഞു, നോക്കട്ടെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പ്ലാസ്റ്റിക് കമ്പനിയിൽ ഒരു സ്റ്റെനോയിഡ് ഒഴിവുണ്ട്, നീ പോകുന്നുണ്ടേ പോയി നോക്ക് എന്ന് പറഞ്ഞു. സ്നേഹ പോയി നോക്കി. അപ്പോൾ അവരൊരു മാറ്റർ തന്നിട്ട് 10 മിനിറ്റിൽ അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. അത് സ്നേഹയ്ക്ക് ഈസി ആയിരുന്നു. അടുത്ത ദിവസം മുതൽ പോരെ എന്ന് പറഞ്ഞു. അന്ന് ആ കമ്പനി തുടങ്ങുന്നതിനോടനുബന്ധിച്ച് ഒരു പൂജയുണ്ടായിരുന്നു. സ്നേഹയും പൂജയിലിരുന്നു. അവിടുത്തെ മാനേജറുടെ ഭാര്യ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടികളുമായിട്ട് സ്നേഹയ്ക്ക് വളരെ വേഗം അടുത്തു. താമസിയാതെ കമ്പനി തുടങ്ങി. 20ഓളം തൊഴിലാളികളുണ്ടായിരുന്നു. കവർ പ്രിൻറ്റിങ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. 2 കുട്ടികൾ സ്നേഹയുടെ നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂട്ടുകൂടി പോകാനൊക്കെ നല്ല രസമായിരുന്നു. എല്ലാ ഞായറാഴ്ചയും എൽദോസ്, പീത, സിബി ഒക്കെ സ്നേഹയുടെ വീട്ടിൽ ഒത്തുകൂടുമായിരുന്നു. ആ കൂടൽ ഒരു 8 മണി വരെയൊക്കെ ഇരിക്കും. ഓരോരുത്തരും അവരുടെ വിശേഷം പൊടുപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞ് ചിരിച്ച് അങ്ങനെ സന്തോഷമായിട്ട് കൂടും. സ്നേഹ അമ്മയോട് അങ്ങനെ മിണ്ടാറില്ല. തിരിച്ചമ്മയും അങ്ങനെ തന്നെ. അന്ന് റൂമിൽ വെച്ച് ഉണ്ടായിരുന്ന ആ പയ്യനില്ലേ, അയാൾക്ക് വിഷമം ഉണ്ടായിരുന്നു. സ്നേഹയോട് വന്ന് ക്ഷമയൊക്കെ പറഞ്ഞു. നീ വിഷമിക്കണ്ട, അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞുണ്ടാക്കിയതല്ലേ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കളിയായി പറഞ്ഞു, ഇനി നിന്നെ ആര് കെട്ടാനാണ്, ഇനി ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു. സ്നേഹയ്ക്ക് നല്ല ദേഷ്യം വന്നു. കാരണം കാണാനൊന്നിനും കൊള്ളില്ല, ഒരു കരിമാക്കാൻ. പിന്നെ അവരുടെ കുടുംബം, ആരെയും സ്നേഹയ്ക്കിപ്പോൾ ഇഷ്ടമില്ല. അവരുടെ വീടിൻ്റെ അപ്പുറത്തെ പറമ്പിൽ നിന്നാണ് സ്നേഹ വെള്ളമെടുക്കാൻ പോകുന്നത്. വെള്ളം കോരിയിട്ട് നിറഞ്ഞ സന്ധ്യയ്ക്ക് അവരുടെ മുറ്റത്തൂടെ അതും തലയിൽ വെച്ച് അവരുടെ നടവാതിക്കലൂടെ നടന്നിട്ട് അവർ ഗതി പിടിക്കല്ലേ എന്ന് കരഞ്ഞു പ്രാകും. സ്നേഹയ്ക്ക് അത്ര വിഷമമുണ്ടായിരുന്നു. ബാലശാപം വലിച്ചതാണോ എന്തോ, ആ കുടുംബത്തിലെ ഒറ്റയൊരെണ്ണം പോലും രക്ഷപ്പെട്ടിട്ടില്ല. നല്ല കമ്പനി ജോലി, നല്ല കുറച്ച് കൂട്ടുകാർ, സ്നേഹയുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായി. രാവിലെ പോയാൽ വൈകിട്ടാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്.